ഹായ് ഓൾ, ലേൺ വിത്ത് പുണ്ണിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻഡ് ഓഫ് ലൈഫ് സിനാരിയോയിൽ പ്ലാനിങ് എങ്ങനെ എഴുതാം എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പ്ലാനിങ് കോമൺ ആയിട്ട് ജനറലായിട്ട് പ്ലാനിങ് എങ്ങനെയാണ് എഴുതുന്നത് എക്സ്പ്ലെയിൻ ചെയ്ത് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ഫോൾ ആൻഡ് ഫ്രാക്ചർ ആണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഇത് എൻഡ് ഓഫ് ലൈഫ് സിനാരിയോ ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ കെയർ പ്ലാൻസ് എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യേണ്ടത്, എൻഡ് ഓഫ് ലൈഫ് പേഷ്യൻ്റ് പറയാൻ ചാൻസ് ഉള്ള കംപ്ലയിൻറ്റ്സ് എന്തൊക്കെയാണെന്ന് കോമൺ ആയിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഓൾറെഡി പറയാൻ നിങ്ങൾക്ക് ഇത് തന്നെ ഫോളോ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് കുറച്ച് ഫോർമാറ്റൊക്കെ നിങ്ങളുടേതായ രീതിയിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ഫോർമാറ്റിലാണ് എൻ്റെ എക്സാമിന് എഴുതിയത് കേട്ടോ. സോ മൈ നെയിം ഈസ് പുണ്യ, വെൽക്കം ടു ദ വീഡിയോ. അപ്പോൾ എൻഡ് ഓഫ് ലൈഫ് ആക്ച്വലി ഒരു നല്ല സിനാരിയാണ്. എനിക്ക് എക്സാമിന് കിട്ടിയ സിനാരിയാണ് എൻഡ് ഓഫ് ലൈഫ്. എൻഡ് ഓഫ് ലൈഫിൽ പേഷ്യൻസ് പറയാനുള്ള കംപ്ലയിൻറ്റ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് കേട്ടോ. കെയർ പ്ലാൻസ് പഠിക്കുമ്പോൾ ഓരോ ഡിസീസ് കണ്ടീഷൻ നമുക്കറിയാം. ഓസ്കിൽ നമുക്ക് എത്ര ഡിസീസ് കണ്ടീഷൻസ് ഉണ്ട്, ഏതൊക്കെയാണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഓരോ ഡിസീസ് കണ്ടീഷനും പേഷ്യൻ്റ് പറയാൻ ചാൻസ് ഉള്ള കംപ്ലയിൻറ്റ്സ് എന്തൊക്കെയാണ് എന്ന് നമ്മളൊന്ന് ആദ്യം ആലോചിക്കണം. എന്നിട്ട് 2, 3, 4, 5 കംപ്ലയിൻറ്റ്സ് എഴുതി വെക്കണം. എന്നിട്ട് അതിന് പറ്റിയ കെയർ പ്ലാൻസ് സെറ്റപ്പ് ചെയ്യാം. പിന്നെ കോമൺ കംപ്ലയിൻറ്റ്സ് ആയിട്ടുള്ള സ്ലീപ്ലെസ്നെസ്, ആങ്സൈറ്റി, അതിൻ്റെയൊക്കെ കെയർ പ്ലാൻസ് സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചു നോക്കുക. ഇൻ കേസ് നിങ്ങളുടെ ആക്ടർ അല്ലെങ്കിൽ നിങ്ങളുടെ പേഷ്യൻ്റ് അത് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാമല്ലോ. അപ്പം എൻഡ് ഓഫ് ലൈഫ് ആണെങ്കിൽ ആ എൻഡ് ഓഫ് ലൈഫ് പേഷ്യൻ്റ് പറയാൻ ചാൻസ് ഉള്ള കംപ്ലയിൻറ്റ്സ് എന്തൊക്കെയായിരിക്കും? അപ്പോൾ ഞാൻ ഗസ് ഔട്ട് ചെയ്യുന്നത് ഫസ്റ്റ് വൺ പെയിൻ ആയിരിക്കും അല്ലേ. അവർക്ക് എന്തെങ്കിലും വേദനയായിരിക്കും, എവിടെയെങ്കിലുമൊക്കെ വേദന ഉണ്ടാവും, അപ്പോൾ പെയിൻ ഉണ്ടായിരിക്കും. 2, ഷോർട്ട് ഓഫ് ബ്രീത്ത് ഉണ്ടാവും അല്ലേ. അവർ മരിക്കാറായി കിടക്കുന്നത് എൻഡ് ഓഫ് ലൈഫിലാണ്. അവരുടെ ബ്രീത്ത് കൂടുതലായിരിക്കും. കംഫർട്ടിന് വേണ്ടി നമ്മൾ ഓക്സിജനും കൊടുക്കാറുണ്ട് അല്ലേ. അപ്പോൾ അവരുടെ ബ്രീത്തിങ് കുറച്ച് കൂടുതലായിരിക്കും, ഷോർട്ട് ഓഫ് ബ്രീത്ത് ഉണ്ടായിരിക്കും. ആൻഡ് ഓൾസോ നെക്സ്റ്റ് എന്തായിരിക്കും, അവർക്ക് ആങ്സൈറ്റി ഉണ്ടായിരിക്കും അല്ലേ. നല്ല ആങ്ഷ്യസ് ആയിരിക്കും. ലൈക്ക് എൻഡ് ഓഫ് ലൈഫ് ആണ്, ജീവിതത്തിൻ്റെ എൻഡ് വരാൻ പോവാണ്. സോ അവർ അതിനെക്കുറിച്ചൊക്കെ നല്ല ആങ്ഷ്യസ് ആയിരിക്കും അല്ലേ. പിന്നുള്ളതെന്ന് സ്ലീപ്ലെസ്നെസ് അല്ലേ, ഉറക്കമില്ലായ്മ. അതായത് ഇങ്ങനെ പല ചിന്തകൾ, ലൈഫ് എൻഡ് ആവാൻ പോവാണ്, ഒട്ടും വയ്യ, ഷോർട്ട് ഓഫ് ബ്രീത്ത് ഉണ്ട്, അങ്ങനെയുള്ള പല കാരണങ്ങൾ. പിന്നെ ഹോസ്പിറ്റലൈസ്ഡ് ആണ്. ഇതൊക്കെ കാരണം അവർ സ്ലീപ്ലെസ്നെസ്സും പറയാൻ ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് വീണ്ടും അവർ കംപ്ലൈൻ്റ് ആയിട്ട് പറയാൻ ചാൻസ് തോന്നുന്നതെന്ന് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്രയൊക്കെ കംപ്ലയിൻറ്റ്സ് ആയിരിക്കും പറയാൻ ചാൻസ് ഉള്ളതെന്ന്. പിന്നെ സെൻറ്റേർഡ് ആണ് അല്ലേ, പേഷ്യൻ്റ് സെൻറ്റേർഡ് ആണ്. അവർക്ക് എന്തൊക്കെയാണോ ഇനിയും ആഡ് ചെയ്യാനുള്ളത് ആ കംപ്ലയിൻറ്റ്സും അവർക്ക് ആഡ് ചെയ്യാവുന്നതാണ്. സോ ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞ അവരുടെ കംപ്ലയിൻറ്റ്സിനകത്തുനിന്ന് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത് 2 കംപ്ലയിൻറ്റ്സ് ഞാൻ എടുക്കുകയാണ്. അപ്പോൾ പെയിൻ എന്തായാലും ഫസ്റ്റ് പ്രയോറിറ്റിയാണ് അല്ലേ. ഒരു പേഷ്യൻ്റ് പെയിനും പറയുന്നുണ്ട്, വേറെ എന്തെങ്കിലും കംപ്ലയിൻറ്റും പറയുന്നുണ്ടെങ്കിൽ പെയിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി എന്തായാലും നമ്മൾ കൊടുക്കാൻ പോകുന്നത് അല്ലേ. അപ്പോൾ പെയിൻ ഫസ്റ്റ് എടുക്കുന്നു. 2ാമത്തെ കംപ്ലയിൻ്റ് ആയിട്ട് ഷോർട്ട് ഓഫ് ബ്രീത്ത് ആണ് എടുക്കുന്നത് അല്ലേ. അപ്പോൾ ആങ്സൈറ്റിയെക്കാട്ടിൽ ഇമ്പോർട്ടൻസ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഷോർട്ട് ഓഫ് ബ്രീത്തിനാണ്. അപ്പോൾ ഈ 2 കംപ്ലയിൻറ്റ്സ് ആണ് ഇന്നെടുത്ത് ഞാൻ കെയർ പ്ലാൻ സെറ്റ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്, സാമ്പിൾ കെയർ പ്ലാൻ. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ പെയിൻ ആണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ പെയിനിന് നമ്മൾ ആദ്യം എഴുതുന്നത് എന്താണ്, നഴ്സിംഗ് പ്രോബ്ലം ആണ് എഴുതുന്നല്ലേ. നഴ്സിംഗ് പ്രോബ്ലം ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ നന്ദ ഡയഗ്നോസിസ് അനുസരിച്ച് നഴ്സിംഗ് പ്രോബ്ലം എഴുതണം എന്നില്ല. ഹോസ്കിൽ നമ്മൾ ആ പ്രോബ്ലം മാത്രം ഐഡന്റിഫൈ ചെയ്ത് എഴുതിയാൽ മതി. അപ്പോൾ എങ്ങനെ എഴുതുക, പെയിന് നമ്മൾ പേഷ്യൻ്റ് സെൻറ്റേർഡ് ആണ്. അപ്പോൾ പേഷ്യൻ്റെ പേരും കൂടെ ആഡ് ചെയ്ത് വേണം എഴുതാൻ കേട്ടോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ പേഷ്യൻ്റെ പേര് മിസ്റ്റർ സ്മിത്ത് എന്നാണ് കേട്ടോ. അപ്പോൾ ആ സ്മിത്തിൻ്റെ പേര് വെച്ചിട്ടാണ് നമ്മൾ എല്ലാം എഴുതാൻ പോകുന്നത്. ഓക്കെ, മിസ്റ്റർ സ്മിത്ത് ഈസ് എക്സ്പീരിയൻസിങ് പെയിൻ വിത്ത് പെയിൻ സ്കോർ നിങ്ങൾക്ക് എഴുതാൻ വേണമെങ്കിൽ, ഇല്ലെങ്കിൽ മിസ്റ്റർ സ്മിത്ത് ഈസ് എക്സ്പീരിയൻസിങ് പെയിൻ എന്ന് മാത്രം എഴുതിയാലും മതി. എയിം ഓഫ് കെയർ എന്താണ്, നമ്മുടെ എയിം എന്താണ്, പെയിൻ റിലീഫ് ആകുക എന്നുള്ളത് നമ്മുടെ എയിം അല്ലേ. അപ്പം മിസ്റ്റർ സ്മിത്ത് വിൽ എക്സ്പ്രസ് റിലീഫ് ഫ്രം ദ പെയിൻ, അതാണ് നമ്മുടെ എയിം അല്ലെ. വില്ല് ചേർത്ത് വേണം, ഫ്യൂച്ചറിലാണ് അല്ലെ. നമ്മുടെ എയിംസ് എല്ലാം ഫ്യൂച്ചറിൽ നടക്കാനുള്ളതാണ്. അപ്പം ചിലപ്പോൾ മിസ്റ്റർ സ്മിത്ത് പെയിനിൽ നിന്ന് റിലീഫ് ആകും എന്നുള്ളതാണ് നമ്മുടെ എയിം. നെക്സ്റ്റ് ഇസ് റീവാലുവേഷൻ ടൈം ഫ്രെയിം എങ്ങനെയാണ് സെറ്റ് ചെയ്യുക. ഓൾറെഡി റീവാലുവേഷൻ ടൈം ഫ്രെയിം കാണാൻ പഠിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. ആ റീവാലുവേഷൻ ടൈം ഫ്രെയിം തന്നെ എഴുതുക. ടുഡേയ്സ് ഡേറ്റ്, അതായത് നിങ്ങളുടെ എക്സാം നടക്കുന്ന ഡേറ്റ് എഴുതുക. ടു ബി റീവാലുവേറ്റഡ് അറ്റ് ദ എൻഡ് ഓഫ് എവറി ഷിഫ്റ്റ് അണ്ടിൽ പേഷ്യൻ്റ് കണ്ടീഷൻ ചേഞ്ചസ്. പേഷ്യൻ്റെ കണ്ടീഷൻ ചേഞ്ച് ആവുന്നവരെ ഇത് നമ്മൾ റീവാലുവേറ്റ് ചെയ്യും എന്നാണ് റീവാലുവേഷൻ ടൈം ഫ്രെയിമിൽ പറയുന്നത്. നെക്സ്റ്റ് ഇസ് നഴ്സിംഗ് ഇൻ്റർവെൻഷൻ. എന്തൊക്കെയാണ് നഴ്സിംഗ് ഇൻ്റർവെൻഷൻസ് ഒരു പെയിനിന് വേണ്ടിയിട്ട് വരുന്നത്? ഫസ്റ്റ് ആയിട്ടുള്ളത് എക്സ്പ്ലെയിൻ ആൻഡ് ഡിസ്കസ് ഓൾ ആസ്പെക്ട്സ് ഓഫ് കെയർ ആൻഡ് ഗെയിൻ കൺസെൻറ്റ് ഫോർ ഓൾ ഇൻ്റർവെൻഷൻ. നമ്മളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നു, കൺസെൻറ്റ് മേടിക്കുന്നു, അതാണ് ഫസ്റ്റ് ഇൻ്റർവെൻഷൻ അല്ലേ. സെക്കൻഡ്, മോണിറ്റർ ആൻഡ് റെക്കോർഡ് ഒബ്സർവേഷൻസ് 4 hourly. എല്ലാ 4 മണിക്കൂർ കൂടുമ്പോഴും പേഷ്യൻ്റെ ഒബ്സർവേഷൻസ് മോണിറ്റർ ചെയ്യുന്നു. ആസ് പെർ ഏർലി വാർണിംഗ്, ആസ് പെർ ന്യൂസ് ചാർട്ട് അല്ലേ. ന്യൂസ് ചാർട്ടിൽ പറയുന്നുണ്ടല്ലോ എത്ര അവേഴ്സ് കൂടുമ്പോൾ മോണിറ്റർ ചെയ്യണം, അത് നമ്മൾ ആഡ് ചെയ്ത് എഴുതുക. Assess Mr. Smith's pain using PQRST assessment method and
നമ്മൾ പേഷ്യൻ്റെ പെയിൻ ആദ്യം അസസ് ചെയ്യണം. എന്തായാലും പെയിൻ കില്ലർ കൊടുക്കാൻ പറ്റും. അപ്പം പെയിൻ അസസ്മെൻറ്റ് മിസ്റ്റർ സ്മിത്തിൽ നടത്തും. പിന്നുള്ളത് എന്താണ്? അസിസ്റ്റ് മിസ്റ്റർ സ്മിത്ത് ഇൻ ടു എ കംഫർട്ടബിൾ പൊസിഷൻ. ഒരു കംഫർട്ടബിൾ പൊസിഷൻ കൊടുക്കുക കേട്ടോ. പെയിൻ റിലീഫിന് വേണ്ടിയിട്ട് ഒരു കംഫർട്ടബിൾ പൊസിഷൻ കൊടുക്കുക. അഡ്മിനിസ്റ്റർ അനാൾജസിയ ടു മിസ്റ്റർ സ്മിത്ത് ആസ് പ്രിസ്ക്രൈബ്ഡ് ആൻഡ് റെക്കോർഡഡ് എഫക്റ്റീവ്നെസ്. അപ്പം നമ്മൾ മിസ്റ്റർ സ്മിത്തിന് പെയിൻ റിലീഫ് അനാൾജസിയ ആസ് പെർ പ്രിസ്ക്രിപ്ഷൻ അഡ്മിനിസ്റ്റർ ചെയ്യുന്നു ആൻഡ് അഡ്മിനിസ്റ്റർ ചെയ്ത കാര്യം റെക്കോർഡും ചെയ്യുന്നു. അതാണ് ഏറ്റവും വലിയ ഇന്റർവെൻഷൻ അല്ലെ, പെയിൻ കില്ലർ കൊടുക്കുക എന്നുള്ളത്. അഡ്വൈസ് മിസ്റ്റർ സ്മിത്ത് ടു ഡു റിലാക്സേഷൻ ടെക്നിക്സ് സച്ച് ആസ് ഡീപ് ബ്രീത്തിങ്. നമ്മൾ ഡീപ് ബ്രീത്തിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ റിലാക്സേഷൻ ടെക്നിക്സ് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം മിസ്റ്റർ സ്മിത്ത് അതിൽ ഓക്കെ ആണെങ്കിൽ അല്ലേ, അത് ചെയ്യാൻ അത് ഓക്കെ ആണെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യും. നമ്മൾ അസസ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം നമ്മുടെ പേഷ്യൻ്റ് എത്രമാത്രം ഏബിൾ ആണെന്നല്ലേ. പിന്നെ റെഫർ ടു പെയിൻ ടീം ഇഫ് നീഡഡ് ആൻഡ് ഡിസൈഡ്. പേഷ്യൻ്റെ നീഡ് അനുസരിച്ച് നമ്മൾ പെയിൻ ടീമിന് റെഫർ ചെയ്യും, പെയിൻ നേഴ്സിന് റെഫർ ചെയ്യും. മോസ്റ്റ്ലി എൻഡ് ഓഫ് ലൈഫിനൊന്നും അത്ര റെഫറൽ കൊടുക്കാറില്ല. പിന്നെ പേഷ്യൻ്റെ നീഡ് അനുസരിച്ചാണ് നമ്മൾ എൻഡ് ഓഫ് ലൈഫിന് റെഫറൽസ് കൊടുക്കുന്നത്. ഡെമോൺസ്ട്രേറ്റ് ദി യൂസ് ഓഫ് കോൾബെല്ലിൻ്റെ യൂസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കും അല്ലെ, എപ്പോൾ ആവശ്യമുണ്ടെങ്കിലും വിളിക്കാൻ വേണ്ടിയിട്ട്. ഡോക്യുമെന്റ് ഓൾ ദ കെയർ ഗിവൺ അക്കോർഡിംഗ് ടു ദ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കൗൺസിൽ ഗൈഡ്ലൈൻസ്. നമ്മൾ കൊടുത്ത കെയറും എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളും എല്ലാം ഡോക്യുമെന്റ് ചെയ്യും അക്കോർഡിംഗ് ടു NMC. ഓക്കെ, ഇത്രയാണ് പെയിനിൻ്റെ കാര്യങ്ങൾ, ഇന്റർവെൻഷൻസ് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് ഷോർട്ട് ഓഫ് ബ്രീത്തിൻ്റെ നോക്കാം കേട്ടോ. ഇപ്പോൾ ഷോർട്ട് ഓഫ് ബ്രീത്തിൻ്റെ വരുമ്പോഴും നമ്മൾ ഇതുപോലെ തന്നെ എയിം സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? മിസ്റ്റർ സ്മിത്തിൻ്റെ പേര് വെച്ചിട്ടാണ് കേട്ടോ. മിസ്റ്റർ സ്മിത്ത് ഈസ് എക്സ്പീരിയൻസിങ് ബ്രെത്ത്ലെസ്നെസ്. അപ്പം രണ്ടാ വെച്ചിട്ട് നമ്മൾ റിലേറ്റഡ് ടു ആസ് എവിഡൻസ് ബൈ ഒന്നും എഴുതണ്ട. മിസ്റ്റർ സ്മിത്ത് ഈസ് എക്സ്പീരിയൻസിങ് ഷോർട്ട് ഓഫ് ബ്രീത്ത്, അത് മാത്രം എഴുതിയാൽ മതി കേട്ടോ. ഒന്നെങ്കിൽ ഷോർട്ട് ഓഫ് ബ്രീത്ത് അല്ലെങ്കിൽ എന്താണ് ബ്രെത്ത്ലെസ്നെസ്, എന്ത് വേണമെങ്കിലും എഴുതാം. എയിം ഓഫ് കെയർ മിസ്റ്റർ സ്മിത്ത് വിൽ ബി റിലീവ്ഡ് ഫ്രം ബ്രെത്ത്ലെസ്നെസ് ആൻഡ് വിൽ എക്സിബിറ്റ് റിലീഫ്. അയാൾക്ക് ബ്രെത്ത്ലെസ്നെസ് കുറയും, ഒരു റിലീഫ് എക്സിബിറ്റ് ചെയ്യും എന്നാണ് നമ്മുടെ എയിം അല്ലേ. വില്ല് ചേർത്ത് വേണം എഴുതാൻ, ഫ്യൂച്ചറിൽ നടക്കാനുള്ളതാണ്. ആൻഡ് റീവാലുവേഷൻ ടൈം ഫ്രെയിം ഓൾറെഡി ഡിസ്കസ് ചെയ്തതുപോലെ ടുഡേസ് ഡേറ്റ് ടു ബി റീവാലുവേറ്റഡ് അറ്റ് ദ എൻഡ് ഓഫ് എവറി ഷിഫ്റ്റ് അണ്ടിൽ പേഷ്യൻ്റ് കണ്ടീഷൻ ചേഞ്ചസ്. നഴ്സിംഗ് ഇന്റർവെൻഷൻസ് വരുന്നത് എന്തായിരിക്കും? ഫസ്റ്റ് ന്യൂസിൻ്റെ ഇന്റർവെൻഷൻസ് ഒക്കെ ആയിരിക്കും വരുന്നത് അല്ലേ. എക്സ്പ്ലെയിൻ ആൻഡ് ഡിസ്കസ് ഓൾ ആസ്പെക്ട്സ് ഓഫ് കെയർ ടു മിസ്റ്റർ സ്മിത്ത് ആൻഡ് ഗെയിൻ കൺസെന്റ് ഓഫ് ഓൾ ഇന്റർവെൻഷൻ. രണ്ടാമത്തത് മോണിറ്റർ ആൻഡ് റെക്കോർഡ് ഒബ്സർവേഷൻ 4 hourly ആസ് പെർ ന്യൂസ് സ്കോർ, എസ്പെഷ്യലി റെസ്പിറേറ്ററി റേറ്റ് ആൻഡ് ഓക്സിജൻ സാച്ചുറേഷൻ ആൻഡ് റിപ്പോർട്ട് എനി ചേഞ്ചസ് ഇൻ ഒബ്സർവേഷൻ ടു നഴ്സ് ഇൻചാർജ് ആൻഡ് ഡോക്ടർ. എസ്പെഷ്യലി നമ്മൾ റെസ്പിറേഷൻ റേറ്റും ഓക്സിജൻ സാച്ചുറേഷനും നോക്കും, ബിക്കോസ് ഇത് ഷോർട്ട് ഓഫ് ബ്രീത്തിൻ്റെ ഇന്റർവെൻഷൻ ആണ് അല്ലേ. ആൻഡ് എനി ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമ്മൾ നഴ്സ് ഇൻചാർജിനോടും ഡോക്ടറിനോടും എസ്കലേറ്റ് ചെയ്യും. നെക്സ്റ്റ് അസിസ്റ്റ് മിസ്റ്റർ സ്മിത്ത് ടു എ കംഫർട്ടബിൾ പൊസിഷൻ ആൻഡ് വിൽ അലോ മാക്സിമം റെസ്പിറേറ്ററി ഫംഗ്ഷൻ അല്ലേ. മാക്സിമം റെസ്പിറേറ്ററി ഫംഗ്ഷൻ കൊടുക്കാൻ വേണ്ടി മിസ്റ്റർ സ്മിത്തിനെ നമ്മളൊരു കംഫർട്ടബിൾ പൊസിഷൻ, മെയിൻലി സിറ്റിംഗ് പൊസിഷനിലേക്കൊക്കെ ചേഞ്ച് ചെയ്യും അല്ലേ. സിറ്റിംഗ് പൊസിഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ റെസ്പിറേഷൻ്റെ ഒരു എഫേർട്ട് കുറയും അല്ലേ. സിറ്റിംഗ് പൊസിഷനാണ് കൂടുതലാണ് കൊടുക്കുക. അപ്പം അങ്ങനെ ഒരു കംഫർട്ടബിൾ പൊസിഷനിലേക്ക് മിസ്റ്റർ സ്മിത്തിനെ ചേഞ്ച് ചെയ്യും. അഡ്മിനിസ്റ്റർ മെഡിക്കേഷൻസ് എസ്പെഷ്യലി നെബുലൈസേഷൻ അനാൾജസിയ ഓക്സിജൻ തെറാപ്പി ടു മിസ്റ്റർ സ്മിത്ത് ആസ് പ്രിസ്ക്രൈബ്ഡ് ആൻഡ് റെക്കോർഡ് എഫക്റ്റീവ്നെസ്. നമുക്ക് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് നെബുലൈസേഷൻ ആണോ അനാൾജസിയാണോ, മോർഫിനൊക്കെ കൊടുത്താൽ ഷോർട്ട് ഓഫ് ബ്രീത്ത് കുറയും അല്ലേ. അനാൾജസിയാണോ അതോ ഓക്സിജൻ തെറാപ്പിയാണോ എന്താണെന്ന് വെച്ചാൽ ഡോക്ടറിൻ്റെ അഡ്വൈസ് അനുസരിച്ച് അഡ്മിനിസ്റ്റർ ചെയ്യും ആൻഡ് ഓൾസോ എഫക്റ്റീവ്നെസ് ഡോക്യുമെന്റ് ചെയ്യുകയും ചെയ്യും കേട്ടോ. ഇതിൽ ഓക്സിജൻ തെറാപ്പി എന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് ഒരു പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തെഴുതാം, അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് വേണമെങ്കിലും എഴുതാം കേട്ടോ. റെഫർ മിസ്റ്റർ സ്മിത്ത് ടു ചെസ്റ്റ് തെറാപ്പി ചെസ്റ്റ് ഫിസിയോതെറാപ്പി ഇഫ് നീഡഡ് ആൻഡ് ഡിസൈഡ് അല്ലേ. എൻഡ് ഓഫ് ലൈഫ് ആയതുകൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ ചെസ്റ്റ് ഫിസിയോതെറാപ്പിക്ക് റെഫറൽ കൊടുക്കും. ആൻഡ് ഡെമോൺസ്ട്രേറ്റ് യൂസ് ഓഫ് കോൾബെല്ലിൻ്റെ യൂസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കും. ഡോക്യുമെന്റ് ഓൾ കെയർ ഗിവൺ അക്കോർഡിംഗ് ടു NMCയുടെ ഇതനുസരിച്ച് നമ്മൾ കൊടുത്ത കെയറെല്ലാം ഡോക്യുമെന്റ്. ഇത്ര ഒരു 5-6 പോയിന്റിൻ്റെ ആവശ്യമേ ഉള്ളൂ നമ്മൾ ഇന്റർവെൻഷനിൽ എഴുതുന്നുണ്ട്. കാരണം എല്ലാം വരയിട്ട പേപ്പറാണ്, നമുക്ക് ഒരു 6 പോയിന്റ് കൂടുതൽ എഴുതാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പിന്നെ എഴുതുന്നവരൊക്കെ ചെറുതാക്കി എഴുതണം, കാരണം ആ ഒരു ഷീറ്റ് മാത്രമേ നമുക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതിൽ കൊച്ചതാക്കി എഴുതാൻ ശ്രമിക്കുക. സോ എൻഡ് ഓഫ് ലൈഫിൻ്റെ 2 പ്ലാനിങ്സ്, 2 കെയർ പ്ലാൻ നിങ്ങൾ എഴുതിയാൽ മതി 14 മിനിറ്റ്സിനുള്ളിൽ. അത് ഓൾറെഡി അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ 2 കെയർ പ്ലാനാണ് ഞാൻ എഴുതാൻ വേണ്ടി ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതലായിട്ട് സ്ലീപ്ലെസ്നെസ്സിൻ്റെ ഒക്കെ കെയർ പ്ലാൻ സെറ്റ് ചെയ്ത് പഠിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ OSCE OET CBT ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അവർക്കൊക്കെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളിതിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ഓൾസോ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. OSCE റിലേറ്റഡ് എന്തെങ്കിലും എക്സാം പ്രിപ്പറേഷൻ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കോൺടാക്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.